സുകുമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയും അരുന്ധതിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. അരുന്ധതി പറയുന്നുണ്ട്, നീ എൻ്റെ മുന്നിൽ അഭിനയം കാഴ്ചവെക്കേണ്ട എന്ന്. അത്രയ്ക്ക് സംശയമാണെങ്കിൽ നീ ചെന്ന് നോക്കടി, നീ നിന്റെ വക ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഒരു നാടകം നടത്തുന്നത് എന്നൊക്കെ പ്രഭാവതിയാണെങ്കിൽ തിരിച്ചടിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് ദേവിക വരികയാണ്. നിർത്ത് മേഡം, എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് അവളാണെങ്കിൽ ഇടയിൽ കയറുന്നു. ഓ, ദേവിക MLA എത്തിയോ? മേഡം, ഇവിടെ നന്ദുവില്ല. ഇവിടെ വന്ന് അമ്മയോട് ബഹളം വെച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ എന്നെ മേഡം എന്ന് വിളിക്കേണ്ടത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. എങ്കിൽ ശ്രീമതി അരുന്ധതി ഇവിടെ നിന്ന് പോകണം. ഇവിടെ എന്തായാലും നന്ദനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ അവരെ അവിടെ നിന്ന് വിട്ടയക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്നെ അനുസരിപ്പിക്കാനായിട്ട് നീ നോക്കണ്ട എന്നിങ്ങനെ ദേവികയോട് അരുന്ധതി പറയുന്നു. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ MLA ആണ്. ഞാൻ പറഞ്ഞാൽ എന്തായാലും എല്ലാവരും അനുസരിക്കും. അതിനോടൊപ്പം മേഡത്തിനെ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം പറയുന്നത് കേൾക്കണം. ഓ, അപ്പോൾ അമ്മായിയമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണോ? ആര് പറഞ്ഞു ഈ നിൽക്കുന്നത് എൻ്റെ അമ്മായിയമ്മയാണ് ഇന്ന്, ഇതെൻ്റെ സ്വന്തം അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ ചേർത്ത് പിടിക്കുകയാണ്. ദേ നോക്ക്, എൻ്റെ അമ്മ മനസ്സാൽ വാചാൽ അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് വേദനിച്ചിരിക്കുകയാണ്. അതിനിടയിൽ കുത്തി നോവിക്കാനായിട്ട് മേഡം ഇങ്ങോട്ട് വന്നു പോകരുതെന്ന് പറയുമ്പോൾ എനിക്ക് അറിയണം. മേഡത്തിന് വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ദേവികയാണെങ്കിൽ അരുന്ധതിയെ വിട്ടയക്കുകയാണ്. ഈ സമയം അരുന്ധതിയാണെങ്കിൽ കയറി ചെല്ലുന്നുണ്ട്. ദേവിക പുറകെ പോകുന്നു. എന്നിട്ട് എല്ലാവിടെയും നോക്കുമ്പോൾ മേഡത്തിന് ഇനിയും വിശ്വാസമായില്ലേ, ഇവിടെ നന്ദു ഇല്ലെന്നിങ്ങനെ പറയുകയാണ്. എല്ലാവരും അതിന് പുറകെയാണ്. ഒന്ന് വിശ്വസിക്കെന്ന് പറയുമ്പോൾ ദേവിക, ഓ മേഡം അപ്പോൾ എന്നെ ദേവിക എന്നൊക്കെ വിളിക്കുമല്ലേ? ഇതിനു മുന്നേ അങ്ങനെയായിരുന്നല്ലോ, MLA എന്നായിരുന്നല്ലോ വിളിച്ചത്. എന്നോട് ക്ഷമിക്ക്, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. മാത്രമല്ല നിങ്ങളെല്ലാവരും ചേർന്ന് എനിക്ക് നേരെ തിരിയുകയാണെന്നൊരു സംശയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ, അതെന്താ മേഡം, മേഡം എന്തെങ്കിലും രഹസ്യം ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ മേഡത്തിന് നേരെ തിരിയേണ്ടത്? ശരിക്കും നന്ദു അറസ്റ്റിലാവപ്പെടുകയല്ലേ വേണ്ടത്, നിയമത്തിന് മുന്നിൽ നന്ദുവിനെ എത്തിക്കല്ലേ വേണ്ടത്. അപ്പോൾ പിന്നെ മേഡം എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അരുന്ധതിയാകെ ടെൻഷൻ അടിക്കുകയാണ്. മേഡം, ഋഷിയുടെ കാര്യോർത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. പാവം ഋഷി, ഞാനും കൂടി ചേർന്നാണല്ലോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ വിഷമം പറഞ്ഞ ദേവിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ധതി ആണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് പ്രഭാവതിയെ തുറിച്ച് നോക്കിക്കൊണ്ട് അവർ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഭാർഗവി ആണെങ്കിൽ മാധവനെ കാണാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വരികയാണ്. ശാരികയാണ് ആദ്യം കാണുന്നത്. ആൻറ്റി, എന്നാരും ആൻറ്റി ഇതൊന്നും വിളിക്കണ്ട. എന്താ ആൻറ്റി, ചൂടിലാണല്ലോ? അതെ, MLA കാണാൻ വേണ്ടി വന്നതാണോ? ഓ, ഒരു MLAയുടെ വീട്. പിന്നെ ഇവിടുത്തെ MLA ആരാ? ചന്ദ്രത്ത് വീട്ടിലെ മരുമകളല്ലേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോളാം, അല്ലാതെ എനിക്ക് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കയറിപ്പോവുകയാണ്. ഓ, നല്ല ചൂടിലാണല്ലോ, ഇവരെൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശാരികയും പുറകെ പോകുന്നു. മാധവേട്ട എന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മാധവനാണെങ്കിൽ, ആരിത്, ഭാർഗവിയോ? മാധവേട്ട എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ല, എന്നാലും മാറിയോ? കുഴപ്പമില്ല, കുറച്ച് വേദനയുണ്ട്, അത് മാറുമായിരിക്കും. എന്തായാലും എല്ലാം പെട്ടെന്ന് ശരിയാകട്ടെ. അങ്ങനെ അവിടേക്ക് രാധിക വന്നിട്ട് പറയുന്നുണ്ട്, നന്ദമോനെ കാണാത്തതിൽ എല്ലാവർക്കും ഒരേപോലെ വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. പ്രഭക്കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ആലോചിച്ചിട്ടാകെ സങ്കടമുള്ളൂ. കാരണം ഇവിടുത്തെ ദേവികയ്ക്ക് തണുത്ത മട്ടാണല്ലോ, സ്വന്തം ഭർത്താവിനെയല്ലേ രാധിക കാണാതെയായിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവള് വേണ്ട വിധത്തിൽ നടപടി എടുക്കാത്തെന്നൊക്കെ ചോദിക്കുമ്പോൾ, ചേച്ചി എന്ത് ചെയ്തെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇടപെടുന്നു. നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല, ശാരി നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് രാധികയാണെങ്കിൽ തടയണം. അങ്ങനെ ഭാർഗവി ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാധികയെ, ഈ മാധവേട്ടനെ കാണാതായ നീ ഇങ്ങനെ ആയിരിക്കുമോ? ഇതിപ്പോൾ നാട്ടുകാർ മുഴുവനും പറയുന്നുണ്ട് ദേവികയെക്കുറിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ലാതെയാണ് നടക്കുന്നതെന്ന്. പ്രഭക്കുഞ്ഞാണെങ്കിൽ ആകെ കരഞ്ഞു തളർന്നിരിക്കുന്നു. പ്രഭക്കുഞ്ഞിന് മാത്രമാണോ നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചേച്ചിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, എന്തായാലും അത് നികത്തുക തന്നെ ചെയ്യും, മറ്റാരും അതിൽ ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഭാർഗവി ചൊടിപ്പിക്കുകയാണ് ശാരിക. നിന്നോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം ഒരു ചെറുക്കനെ ചതിച്ചവളല്ലേ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭാർഗവിയും വിട്ടുകൊടുക്കുന്നില്ല. ആര് ചതിച്ചെന്നാ ആൻറ്റി പറയുന്നത്? കല്യാണത്തിന് മുന്നേ പെണ്ണ് കാണൽ ചടങ്ങ്, അതിന് മുന്നേ ഒരു പെൺകുട്ടിയോട് ചോദിക്കണ്ടേ ഇഷ്ടമാണോ അല്ലേന്ന്? അത് ചോദിക്കാതെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായ ഞാൻ സമ്മതിച്ചു തരേണ്ടത്? അതുകൊണ്ടേ ചതിച്ചെന്ന് മാത്രം ആൻറ്റി പറയരുത്. നിന്നോട് ഞാൻ സംസാരിക്കില്ല, മിണ്ടാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാർഗവിയും തർക്കിക്കണം. രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അയ്യോ രാധിക ഒന്നും പറയല്ലേ, ചിലപ്പോൾ കൊന്നു കളയും. എനിക്ക് കൊലപാതകത്തിന് സാക്ഷിയാവാനൊന്നും വയ്യ. അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ശാരിക, അവളോടൊന്നും പറഞ്ഞ് ജയിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവി വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ, അമ്മേ ഞാൻ എന്തായാലും വയസ്സിന് മൂത്തതായതുകൊണ്ട് ഒന്നും പറയുന്നില്ല, ഞാൻ ഒരിടം വരെ പോവുകയാണ്. എവിടേക്കാണെന്ന് എനിക്ക് അറിയാടി എന്നിങ്ങനെ ഭാർഗവി തിരിച്ചടിക്കുന്നു. എവിടേക്കാണെന്ന് ആൻറ്റിക്കറിയോ? എങ്കിൽ പറയും, അല്ലെങ്കിലേ ഞാൻ പറഞ്ഞുതരാം, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാ, എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച് ഒരു ഫിലിമിനൊക്കെ പോയിട്ട് വരാം, പോരെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഭാർഗവിക്കാണെങ്കിൽ അത് വല്ലാതെ ആവുന്നുണ്ട്. പിന്നീട് ഇസബല്ലയും കെവിനും ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക.
എന്നാലും അരുന്ധതി മേഡം പറഞ്ഞതുപോലെ തന്നെ തകർപ്പൻ അഭിനയം ചെന്ന് കാഴ്ചവെച്ചു. പക്ഷെ അതിൽ കാര്യമുണ്ടായില്ലല്ലോ. അപ്പോൾ നന്ദൻ എവിടെയായിരിക്കും സത്യത്തിൽ? അവൻ്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് പറ്റിക്കാണുമോ എന്ന കെവിൻ എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ, ബെല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പെട്ടെന്നാണ് കെവിൻ്റെ ഫോണിലേക്ക് ഷാരിക്ക് വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ കെവിൻ ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഷാരി പറയും, കെവിൻ ചേട്ടൻ ഇപ്പോൾ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിൻ്റെ അടുത്താ. എങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് അത് കാണണം. അയ്യോ ഷാരി, ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റിങ്ങിലാണ്. ഓ, എന്നേക്കാൾ വലിയ മീറ്റിങ്ങോ? അങ്ങനെ കെവിനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നന്ദൻ്റെ കാര്യം പറയാനാണ് വിളിക്കുന്നതെങ്കിലോ? അങ്ങനെ ഷാരി, ഞാൻ വന്നേക്കാം. ഷാരി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അത് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതേ ഉള്ളൂ. ലൈവ് ലൊക്കേഷൻ കുറച്ച് കഴിഞ്ഞ് സെൻഡ് ചെയ്യാം. അരമണിക്കൂറിൽ എത്തിയേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഷാരിക്കാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കെവിനും ഇസബലയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. എന്താ എത്ര പെട്ടെന്ന് ഒരു അത്യാവശ്യം? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ കോഫി ഷോപ്പിലുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസബലയാണെങ്കിൽ അവൻ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. പിന്നീട് ഹരിവക്കീലാണെങ്കിൽ നമ്മുടെ ഐസക്കിനെ കാണാനായിട്ട് എത്തുകയാണ്. അല്ല സാറെന്താ ഇപ്പം ഇങ്ങോട്ട് വന്ന്? എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് ഹരി പറയുമ്പോൾ, എന്ത് കംപ്ലൈൻറ്റ്? ആർക്കെതിരെ? തനിക്കെതിരെ തന്നെ. എന്താ സാറെന്താ എന്നെ കളിയാക്കുകയാണോ? കളിയാക്കുകയൊന്നുമല്ല. ദേവികയുടെ ഭർത്താവിനെ കാണാതെയായിട്ട് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് അന്വേഷിച്ചു പോയതാണല്ലോ. അതിനുശേഷം ഒരു റെസ്പോണ്ടും കണ്ടില്ല. അതുകൊണ്ട് നേരിട്ട് വന്ന് അന്വേഷിക്കാമെന്ന് കരുതി. ഐസക് ആണെങ്കിൽ ഈ സമയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ നമ്മളെ എന്തോ പരീക്ഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അല്ല സാറേ, സാറിനെ കളിയാക്കുകയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ എന്തായാലും കൃത്യമായി തന്നെ നടപടി ഉണ്ടാക്കും. വൈകാതെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, സാറിന് എനിക്ക് വിശ്വാസമാണ്. കാരണം പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണല്ലോ സാറെന്ന് പറഞ്ഞുകൊണ്ട് ഹരിവക്കീലും തിരിച്ചു പറയുകയാണ്. അല്ല, എന്നേക്കാൾ പ്രഗത്ഭനാണല്ലോ എനിക്ക് മുന്നിലിരിക്കുന്ന ഈ ജഡ്ജ്. കാരണം പോലീസുകാരേക്കാൾ വലിയ മികവും കഴിവൊക്കെ ഉള്ള ആളാണെന്ന് എനിക്കറിയാമെന്നിങ്ങനെ പറയുമ്പോൾ, അത്രയ്ക്കൊന്നുമില്ല, ഐസക്കിൻ്റെ അത്ര മിടുക്കനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇക്കാര്യം കൂടി ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഹരിവക്കീലാണെങ്കിൽ പോവുകയാണ്. എന്താ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് ഐസക് ആണെങ്കിൽ സ്വയം ചിന്തിക്കുകയാണ്. എന്തായാലും ഐസക്കിന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, ഹരിവക്കീൽ ചരട് വലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അങ്ങനെ ഗിരീഷ് ആണെങ്കിൽ രജനിയുമായിട്ട് ചന്ദ്രവത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. രജനിയാണെങ്കിൽ കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ ഓടുന്നുണ്ട്. അതെ രജനി, ഒന്നവിടെ നിന്നേ. എന്താ? ദേ നോക്ക്, അവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞത് എന്താണല്ലോ. അതുകൊണ്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കിയേ, വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ഈ ചന്ദ്രവത്ത് വീട്ടിലെ ആളാണ്. അതുകൊണ്ട് ഗിരി ഒരുപാടൊന്നും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടു കൂടി തന്നെ രജനിയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോകുന്നു. ഗിരീഷ് ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അവൻ ഉറപ്പാവുകയാണ് രജനി കോളമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം രജനിക്ക് പുറകെ തന്നെ പോകുന്നു. ഈ സമയം സിദ്ധാർത്ഥനാണെങ്കിൽ അകത്തിരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് തല പൊണ്ണാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് രജനി ചെന്ന് അച്ഛ എന്നിങ്ങനെ നിലവിളിക്കുന്നത്. സിദ്ധാർത്ഥനാണെങ്കിൽ ഒരു ഞെട്ടലോട് കൂടിയിട്ട് നോക്കുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് രജനി എത്തിയിരിക്കുകയാണ്. ഗർഭിണിയായതുകൊണ്ട് തന്നെ രജനിക്ക് അടി കൊള്ളില്ല എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കാം കിടന്ന എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.